embodies the harmonious coexistence of diverse faiths, where people celebrate festivals together, representing the essence of love, compassion, democracy, and secularism, much like the Congress Party's values. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. ജനങ്ങൾ സാഹോദര്യത്തോടും സഹവർത്തിത്വത്തോടും മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്നിച്ച് മതപരമായ ഉത്സവങ്ങളും ചടങ്ങുകളും ഒന്നിച്ച് ആഘോഷിച്ച് ഒരുമയോടുകൂടി ജീവിക്കുന്ന ഒരു നാട്, കോൺഗ്രസിന്റെ ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടായിട്ടാണ് കേരളത്തെ നമ്മൾ കാണുന്നത്. The Modi government has decided to completely dismantle the public sector and provide support to only private sector, and that too a selected few of his friends. എന്നാൽ രാജ്യത്തെ പൊതുമേഖലയെ പൂർണ്ണമായിട്ടും തകർക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് മോഡി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിന് പകരമായി അദ്ദേഹം സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏതാനും സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. The combination of unemployment and inflation has increased the struggles of the poor under Prime Minister Modi's tenure. പണപ്പെരുപ്പത്തോടൊപ്പം തൊഴിലായ്മയും കൂടി കൂടുമ്പോ സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് അവരുടെ ജീവിതം ദുരിതമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മോഡിയുടെ ഭരണത്തിൽ ദിനം പ്രതി സാധാരണക്കാരുടെ ജീവിതം വലിയ പ്രയാസത്തിലും കഷ്ടപ്പാടിലേക്ക് നീങ്ങുകയാണ്. As we stand on the brink of crucial election, I urge the people of Kerala to vote for the Congress Party to protect our state's rights and interests, democracy and constitution to be saved. ഒരു നിർണായകമായ ഇലക്ഷൻ പടിവാതിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനും ആഹ്വാനം ചെയ്യാനും ആഗ്രഹിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഈ രാജ്യം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ, കോൺഗ്രസ് വോട്ട് ചെയ്യാൻ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. Together, let us forge ahead with hope and determination, confident in the Congress Party's unwavering commitment to Kerala's progress and well-being. ഇതെല്ലാമായിരിക്കുമ്പോഴും നമുക്ക് കേരളത്തിന്റെ വികസനത്തിൽ പൂർവാധിക പ്രത്യാശ വെച്ചുകൊണ്ട്, പ്രതീക്ഷ വെച്ചുകൊണ്ട്, ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്ത് നമ്മൾക്ക് മുന്നോട്ട് പോകാം. Thank you, and may Kerala continue to shine as a shining light of the democracy and progress for generation to come. I pray in God. ഇനിയുള്ള നാളുകളിലും കേരളം തിളങ്ങി നിൽക്കാനും ഈ രാജ്യത്ത് തന്നെ ഒരു വിളക്കായി അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായി നിലകൊള്ളാനും കേരള സംസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി. Therefore, the Kerala people always stood for principles, always stood for poor people, always stood for democracy, always stood for constitution protection. Therefore, we have got high hope. If we win Kerala, we will India. കേരളത്തിലെ ജനങ്ങൾ എക്കാലത്തും മൂല്യങ്ങൾക്ക് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനം ഈ വട്ടം ഈ കോൺഗ്രസിനൊപ്പം നിലകൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരളം നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ തന്നെ നമ്മൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് തരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. പ്രിയങ്കരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ ജന്മദിന കേക്ക് ഇവിടെ മുറിക്കപ്പെടുന്നു.